CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത നേതാക്കൾ. ചോദ്യങ്ങൾ ഉയർത്തിയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനാണ്. PR ഏജൻസി വിവാദത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദങ്ങളിൽ K ചന്ദ്രൻപിള്ളയും ചോദ്യങ്ങളുമായി രംഗത്ത് എത്തി. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, CPM സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. എന്തായാലും പിണറായി വിജയനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തന്നെ വലിയ വാർത്തയാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും പാർട്ടിയിൽ നിന്നും ഉയരുക പതിവില്ല. പ്രത്യേകിച്ചും VS അച്യുതാനന്ദൻ അനാരോഗ്യം മൂലം വിശ്രമത്തിലായതോടുകൂടി അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന നേതാക്കളൊന്നും ആ പാർട്ടിയിലില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കണ്ണൂരിൽ നിന്ന് തന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പാർട്ടി നേതാവായ ചന്ദ്രൻപിള്ളയും ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണല്ലോ വിവരം. പ്രജിത്ത്, ഒരുപക്ഷെ വിനോദ് പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകമായ കാര്യം. അല്ലെങ്കിൽ ഈ എന്ത് ചോദിച്ചു എന്നുള്ളതല്ല, ആർക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. CPMന്റെ ഒരു സംഘടനാ സംവിധാനത്തിൽ നിലവിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ആ സംവിധാനത്തിൽ CPMനുള്ളിൽ നിന്ന് തന്നെ, CPMന്റെ സംസ്ഥാന സമിതിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയും നടപടികളെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഒക്കെ നേതാക്കൾ ചോദ്യം ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ MB ജയരാജനെ പോലെ പ്രബലനായ ഒരു നേതാവ് തന്നെ, കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ PR ഏജൻസി വിവാദവും മലപ്പുറത്ത് പരാമർശവും പോലെയുള്ള കാര്യങ്ങൾ എടുത്തുവെച്ച് അതിന്റെ ഡാമേജ് ഉണ്ടാക്കിയത് എത്രത്തോളമാണ്, ആ ഡാമേജ് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വിശ്വാസയോഗ്യമാണോ, അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെയുള്ള പൊതുതലത്തിൽ നടക്കുന്ന ആ ചർച്ചകളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതിന് K ചന്ദ്രൻപിള്ളയെ പോലെയുള്ള നേതാക്കൾ പിന്തുണയുമായി രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ CPMൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം അത് പതുക്കെ CPMൽ ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമ്മേളന കാലയളവാണ്. PV അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളുടെ തുടർച്ചയായി വരുന്ന പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്ക് കാര്യമായ പ്രതിരോധമില്ലാതെ വരുന്നു. പലപ്പോഴും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം ഒരുക്കുന്നതിൽ പാർട്ടി കുറച്ച് പിൻവലിച്ച് നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. അൻവറിനെതിരെ നമ്മളത് കണ്ടതാണ്. അൻവർ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ആദ്യം വളരെ തണുത്ത പ്രതികരണമായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി രൂക്ഷമായ അൻവറിനെതിരെ വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ അത് പിന്നീട് ഒരു മൈനോറിറ്റി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്താണ് CPM ഒരു അപകടം തിരിച്ചറിഞ്ഞ് പരസ്യ പ്രതികരണത്തിന് പോലും തയ്യാറായത്, അല്ലെങ്കിൽ അൻവറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായത്. അതേപോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഈ PR വിവാദത്തിലും ഉണ്ടായത്. PR വിവാദം ഉണ്ടാകുന്നു. അത് പിന്നീട് വളരെ പതുക്കെയാണ് CPM സംസ്ഥാന സമിതി പോലും കൂടി ആ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് പോലും CPM സംസ്ഥാന സെക്രട്ടറി പോലും തയ്യാറായത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ കുറച്ച് നേതാക്കൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയെ പിന്തുണച്ചത്. അത് മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമായിരുന്നു. അങ്ങനെ പിണറായി വിജയന് കാര്യമായ പ്രതിരോധം ഒരുക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് CPM പതുക്കെ പിൻവലിയുന്നു എന്നുള്ളൊരു സംശയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് CPM സംസ്ഥാന സമിതിയിൽ സമ്മേളന കാലയളവിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തോ എന്നുള്ളതാണ് നേതാക്കൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം. ഈ മലപ്പുറം പരാമർശം ഉണ്ടാക്കിയ ആ ഡാമേജ് അത് എങ്ങനെ പരിഹരിക്കുമെന്ന് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടോ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പാർട്ടിയിൽ സംസ്ഥാന സമിതിയിൽ അത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ കീഴ്ഘടകങ്ങൾ സമ്മേളന കാലയളവിൽ വലിയ ചോദ്യങ്ങൾ ഉയരും. പാർട്ടി കോൺഗ്രസ് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്ത് അതിലും ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ ഈ സമ്മേളന കാലയളവ് കഴിയുന്നതോടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രൗഢിയോടെയോ അല്ലെങ്കിൽ ശക്തിയോടെയോ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവിനെ, മുഖ്യമന്ത്രിയായ നേതാവിനെ നമുക്ക് പാർട്ടിയുടെ ആ ഒരു സർവ്വപ്രതാപിയായി കാണാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പോലും നമ്മൾ ഉന്നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ CPM സംസ്ഥാന സമിതിയിൽ നേതാക്കൾ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതെ, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ നേതാക്കൾ തയ്യാറാവുന്നു. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനും അതുപോലെ തന്നെ പാർട്ടി നേതാവായിട്ടുള്ള ചന്ദ്രൻപിള്ളയുമാണ് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. സംസ്ഥാന സമിതിയിലായിരുന്നു ഈ സംഭവം നടന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.